വീട്ടിലോട്ട് വന്നാൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കിടന്നും ഇരുന്നും ഒക്കെ ആയിട്ട് ഫോണിലും കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഒരു 11 മണി 11:30 മണിയായപ്പോഴാണ് ഞാൻ ദേ തലയിൽ എണ്ണയൊക്കെ ഇട്ട് ഇതാ കുളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാട്ടോ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് കുറച്ച് ഗോവയ്ക്ക ഉണ്ടായിരുന്നു, അത് വേഗം ഒന്ന് ഉപ്പേരി വെക്കുമെന്ന്. പിന്നെന്താ ഉപ്പേരി ഞാൻ വെക്കാലോ. അങ്ങനെ ദാ മുടിയൊക്കെ ഒന്ന് വാരി കോതി കെട്ടി ഒരു ഉണ്ട ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നതാണ് ഈ ഗോവക്ക. എനിക്ക് വേണമെന്നും പറഞ്ഞ് ഞാൻ വാപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ച കേട്ടോ. അത് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉള്ളിയും ഇടിച്ചോളും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ടേ. ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഈ ഇടിച്ച മുളക് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ പരന്ന പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ടെല്ലാം. അപ്പോഴത്തേക്കും നമ്മൾ ഇടിച്ച മുളകൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഗോവക്കയും കൂടി അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലോണം വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നേരെ മൂടി വെക്കാട്ടോ ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ വീടെടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ ഇതാ ഗോവക്ക മെഴുക്കുവരട്ടി റെഡിയായപ്പോൾ ഞാൻ പോയി കുളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ കുളിച്ച് കയറി വന്നപ്പോഴാണ് ഞാൻ മീൻ വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴാട്ടോ ഓർത്തത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ചപ്പാത്തിയും കൂട്ടി കഴിക്കാം. അങ്ങനെ ടി വിയിൽ വെട്ടം സിനിമയൊക്കെ കണ്ട് ചപ്പാത്തിയും മീൻ വറുത്തതും ഗോവയ്ക്ക മെഴുക്കുവരട്ടിയും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെയാണോ വീട്ടിൽ വന്നാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ, സീ യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ.